ഹലോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഇൻഡൽജ് ഐലൻഡ്. സാൽമൺ ഫിഷ് കൊണ്ടൊരു കറി വെച്ചാലോ? കോമൺലി കാണുന്ന സാൽമൻ്റെ ഫ്ലഷ് ഭയങ്കര സോഫ്റ്റും ഒരു പിങ്കിഷ് ഓറഞ്ച് കളറുമാണ്. അയർലൻഡിൽ സാൽമൺ രണ്ട് രീതിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റ്ലാന്റിക് സാൽമണും പിന്നെ ഫാംഡ് സാൽമണും. അറ്റ്ലാന്റിക് സാൽമൺ ആണ് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ് ആൻഡ് ടേസ്റ്റിയുമാണ്. അപ്പം വീഡിയോ കണ്ടാലോ? ഇന്നിപ്പോൾ കറി വെക്കാനായിട്ട് 2 കിലോ സാൽമണാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതിനകത്തിപ്പോൾ വാലും തലയൊന്നുമില്ല. അത്യാവശ്യം വലിയൊരു സാൽമണായിരുന്നു. അതിനകത്ത് 2 കിലോ ആയിട്ട് നമ്മൾ വാങ്ങിക്കുവാണ്, മുള്ളോട് കൂടി കേട്ടോ. ഇനി നമ്മൾ മീൻ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മീൻ കറി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 7 ചുള പുളി ഉപയോഗിക്കുന്നുണ്ട്. കുടംപുളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് നല്ലോണം കഴുകിക്കൊണ്ട് വന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും ആഡ് ചെയ്ത് ചെറിയ തീയിൽ അതൊന്ന് തിളപ്പിക്കണം. പുളിവെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് സാധനം ഒരുക്കിയെടുക്കാം. ഞാനൊരു ഇത്ര ഇഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് വലിയ കുത്തുള്ള ഇഞ്ചിയൊന്നുമല്ല, അതുകൊണ്ട് ഇത്ര എടുത്തേക്കുന്നത്. പിന്നെ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്രൈ പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നു കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുവാണേ. ഇത് തീരെ കുഞ്ഞുമായിട്ട് അരിഞ്ഞേക്കുന്നതല്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. ഇത് നല്ലോണം വഴറ്റിയെടുക്കാം നമുക്ക്. ചെറുതായിട്ട് ബ്രൗൺ ആയിട്ട് വരണം കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സവോള ഇടുവാണ്. സവോള നല്ല ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. ഒന്ന് വാടാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇനി തക്കാളി നല്ലോണം വെന്തുടയുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇനി മുളക് പൊടി ആഡ് ചെയ്യുവാണ്. 3 ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഇച്ചിരി കുറച്ചിട്ട് ഇച്ചിരി ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാവേ. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്ന വറുത്ത് പൊടിച്ച ഉലുവയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മസാല നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആറാൻ വെക്കണം. നല്ലോണം തണുത്ത ശേഷം നമ്മൾ മിക്സിയുടെ ചട്നി ജാറിനകത്തോട്ട് ഫുൾ മസാല ആഡ് ചെയ്യുവാണ്. ഇതിനകത്തോട്ട് ചെറു ചൂടുവെള്ളം ഒരു ലേശം ആഡ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണേ. മസാല നമ്മൾ പുളിവെള്ളത്തിനകത്തോട്ടിട്ട് നല്ലോണം തിളപ്പിക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളച്ച് വന്ന് കഴിയുമ്പം മീൻ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുവാണേ.
തിളയ്ക്കുന്ന മീൻ കറിയിലൂടെ നമുക്കിനി ഇച്ചിരി കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്തിട്ട് ഉടനെ നമുക്ക് ഇച്ചിരി നേരം മൂടി വെക്കണം കേട്ടോ. ഈ സമയത്ത് മീൻ കറിയിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലേശം ഉപ്പ് ആഡ് ചെയ്യുക. ഇപ്പോൾ മീൻകറി കുറച്ച് നേരം കൂടെ നല്ലവണ്ണം തിളച്ചോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഫൈനലായിട്ട് കടുക് പൊട്ടിക്കാം. സോ ഞാൻ 2 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കുഞ്ഞുള്ളി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ മീൻകറി തുറന്ന് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് അതിനെ പറ്റിച്ചെടുക്കണം. മീൻകറിയുടെ ഉപ്പ് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്തിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കടുക് പൊടിച്ചിടുന്നതിന് മുന്നേ ആ പാകത്തിന് ഉപ്പാക്കുക. നമ്മുടെ മീൻകറി ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇതിനകത്തോടെ നമ്മൾ കടുക് പൊട്ടിച്ച് ഇടുവാണ്. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും കേട്ടോ. കടുക് പൊട്ടിച്ച് ഇട്ട ഉടനെ കുറച്ച് നേരം മൂടി വെക്കാൻ മറന്നുപോലെ. അടിപൊളി ടേസ്റ്റുള്ള നല്ല സൂപ്പർ സാൽമൺ മീൻ കറിയാണ്. ഏത് മീനും ഈ രീതിക്ക് വെക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Hope you enjoyed the video. മീൻകറി പല രീതിയിൽ വെക്കാമല്ലോ. ഈ രീതി കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു. ബൈ.